അപ്പൊ ആ വയറ് നിറച്ച് തീറ്റിക്കുക എന്ന് പറഞ്ഞത് കാലം മാറിയപ്പോഴും നമ്മൾ ആ പരിപാടി നിർത്തിയില്ല. ഇതുപോലെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്കുണ്ട് നെയ്യും കുഴമ്പും ആടും മസാലയൊക്കെ കൊടുക്കല്. അത് അന്ന് ദാരിദ്ര്യമുള്ള കാലമാണ്. ആ ഒരു പെണ്ണ് പ്രസവിച്ചാൽ അവൾക്കുള്ള ഒരു മാംസം, അവൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഭക്ഷണം, അത് കൊടുത്തവരെ തടി നന്നാക്കണം. ഇന്ന് അതിന്റെ വല്ല ആവശ്യമുണ്ടോ? നമ്മൾ സാധാ കഴിക്കുന്ന ഫുഡിനെ പോലെ ഒരു ഗർഭിണിക്ക് പ്രസവിച്ച് കഴിഞ്ഞാലും കഴിക്കാൻ ഇന്നും കൊടുക്കും ആ നെയ്യും പരിപാടിയൊക്കെ. അത് അന്ന് നിർത്തേണ്ടതാ. എന്ന് കാലഘട്ടം മാറി, ഭക്ഷണശീലങ്ങൾ മാറി, വറുതിയുടെ കാലം കഴിഞ്ഞു. ഇന്നും അതന്നെ വേണമെന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ വരൂലേ, നെയ്പ്പാട കെട്ടൂലേ, അറ്റാക്ക് വരൂലേ? പെണ്ണുങ്ങൾക്ക് അറ്റാക്ക് വരുന്നില്ലേ? എന്തുകൊണ്ട്? ഇങ്ങനെ നെയ്യും ആടും സൂപ്പും കൊടുത്താൽ തന്നെ. അപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ ഭക്ഷണത്തിന് ക്ഷാമമുണ്ടായിരുന്ന ഒരു കാലത്ത് തുടങ്ങി വെച്ച പരിപാടി ഇപ്പോഴും തുടരുകയാണ്. അതൊന്ന് നിർത്തിയാൽ തന്നെ കുറെ അസുഖങ്ങൾ മാറും. ഹബീബായ തങ്ങൾ പറഞ്ഞു, വയറിന്റെ 1/3 ഭക്ഷണത്തിന്, 1/3 വെള്ളത്തിന്, 1/3 നിങ്ങൾ ഒഴിവാക്കിയിടണം. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശീലം. ഇത് എത്ര മനോഹരമാണ്.